ഹലോ ഗുഡ് മോർണിംഗ്. അധിക ദിവസം ഞാൻ വീഡിയോ എടുക്കുക രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ക്യാമറയും നോക്കി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നോക്കണ ദോശമാവ് പൊങ്ങി വന്നിട്ടുണ്ടോയെന്നാണ്. അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. മാവ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കിച്ചണിൽ കയറാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ടല്ലോ. പിന്നെ ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ് ഐശുവിൻ്റെ ലഞ്ച് ബോക്സ്, ബോട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ അതാ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനും കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇതാ ഞാൻ കറി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ഇന്നലെ വെച്ച സാമ്പാറാണ് കേട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദോശയൊക്കെ കൂട്ടാന്ന് കരുതി. വിഷുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോ ആണിത്, ദോശയും സാമ്പാറും. പക്ഷെ എനിക്കെന്തോ ഇതിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. എനിക്ക് ദോശയ്ക്ക് ഒന്നെങ്കിൽ ഗ്രീൻ പീസ് തേങ്ങ അരച്ചിട്ട് കറി വെക്കണതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ചട്ടിനിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ദോശയും സാമ്പാറും ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇഡലി സാമ്പാറാണ്. കറി അവിടെ കിടന്ന് ചൂടാവട്ടെ. ആ സമയത്ത് ഞാൻ ചായക്കുള്ള മധുരം ഇടുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ആദ്യമേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് നല്ലോണം തിളപ്പിക്കും. തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടും. അങ്ങനെയാണ് എൻ്റെ ഒരു ചായ. ഞാൻ വളരെ കുറച്ച് വെക്കണുള്ളൂ, കാരണം ഇവിടെ ചായ കുടിക്കണ ആള് അനും അയിമയും മാത്രമാണ്. അനുവിനെ ഒരു ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ കുടിക്കുള്ളൂ. അയിമയ്ക്ക് ചായ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് കൊടുക്കലില്ല. ഞാനും ഐശും വെള്ളത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പണ്ട് ഞാൻ ചായ കുടിക്കൂല എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ കറുത്ത് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ചായ കുടിക്കാത്തതെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കുന്ന ആൾക്കാർ ഫുള്ള് കറുത്തിട്ടും ചായ കുടിക്കാത്തവർ ഫുള്ള് വെളുത്തിട്ടും ആവണ്ടേ. ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ളതും ഇല്ലാത്തതും ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ പെട്ട ഒന്നാണ് എനിക്ക് ചായ. പൊതുവേ എനിക്ക് മധുരത്തിനോട് വലിയൊരു താല്പര്യമല്ല. എന്നാൽ ഞാൻ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ നല്ലോണം കഴിക്കുകയും ചെയ്യും. എനിക്ക് ഈ ലഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പിന്നെ അത് വലിയൊരു മൈൻഡിൽ എടുത്തിട്ടില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. അത്ര പോലും ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണല്ലോ അത്. ബൈ ദ ബൈ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അങ്ങനെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദോശ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ദോശയാകുമ്പോൾ ഞങ്ങൾ ചൂട് കൊടുക്കണം ചുട്ടിട്ടാണ് കഴിക്കുക. ഇപ്പം ഞാൻ എനിക്കുള്ള 2 മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഐശുവിനും മനുവിനൊക്കെ അവർക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ മാത്രമേ ചൂടുള്ളൂ. പക്ഷേ അല്ല, ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോരും. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണതാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ക്രിസ്പി ദോശയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേപ്പർ വായിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അനു വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ കിട്ടിയൊരു നോട്ടീസും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ബഡ്ജറ്റിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അനുവിൻ്റെ പത്രം വായനയൊക്കെ കഴിഞ്ഞ് പോയ സ്ഥിതിക്ക് ഇനി കുറച്ച് നേരം ഞാനൊന്ന് വായിക്കട്ടെ. പണ്ട് ഞാനൊരു പേപ്പർ കിട്ടിയാൽ അതിൻ്റെ മുക്കും മൂലയും അരിച്ച് പെറുക്കി വായിക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന വാർത്തകൾ മാത്രമേ വായിക്കണുള്ളൂ. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിൽ തന്നെ അറിയുന്നുണ്ടല്ലോ. എന്നാലും എനിക്ക് പേപ്പർ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. ഇന്ന് ലോക ആനദിനാണെന്നൊക്കെ പത്രത്തിൽ അങ്ങനെ ഒരു ദിനം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ അറിയണത്. ഒരു ദോശ ചൂടാനുള്ള നേരെ